നിന്നെ ഞാൻ കർമ്മലത്താമടത്തി വിടും. നിന്നെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. അന്ത്രു വേണോടാ? ആ അന്ത്രു, താൻ ഏതായാലും വന്നത് നന്നായി. ഒരു 10 മുട്ട ഇങ്ങനെ തന്നേച്ചും പോ, അങ്ങോട്ട് വരാനില്ല. അതെന്താ പറഞ്ഞപ്പാ? നിങ്ങൾക്ക് എന്താണ് 10 മുട്ട? മികായിലേട്ടൻ അടയിരിക്കാൻ പോണ്ടാ? ഇടോ, ഉപ്പും കോലുള്ള വർത്താനം പറയരുതെന്ന് തന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഉള്ളതാ, അത് ഞാൻ ഇത്തിരി പ്രായ കൂടുതലുണ്ട്. പക്ഷെ അടയിരിക്കുന്ന പരുവത്തിലായിട്ടില്ല കേട്ടോ. അതേ, നമ്മുടെ മോളിക്കുട്ടിയെ കാണാൻ ഇന്നൊരു കൂട്ടിന് വരും. അങ്ങ് കൊങ്ങാണ്ടൂരുന്നാ. കുഴി കൊച്ച് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ കേട്ടിട്ടില്ല. വലിയ റബ്ബർ തോട്ടവും എസ്റ്റേറ്റും വലിയ സൗകര്യമൊക്കെ ഉള്ളവരാടോ. ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണേ. ആ ചാരപ്പടയുടെ പൊരുന്നതിന് എന്തായാലും മാറുകയില്ല. അപ്പൊ അതിനെ അങ്ങ് കൊന്ന് ഇറച്ചിക്കറിയും വെച്ച് മുട്ട പൊരിച്ചതും കൂടെ കൊടുക്കാമല്ലോ എന്നും കരുതിയ. താനൊരു 10 മുട്ട ഇങ്ങനെ വന്നേച്ചും പോടോ. അടുത്ത ആഴ്ച തിരിച്ചു തരാവടോ. അല്ല, ചെറുക്കന്റെ പേരെന്താ? അങ്ങോട്ട് ഇറങ്ങിയിട്ടോ. അയ്യര, അതുകൊള്ള. ആ ജോയിക്കുട്ടിന്നോ ജോണിക്കുട്ടിന്നോ ഏതാണ്ട് ഓർത്തം കെട്ട കുട്ടിയാ. അല്ല, ശ്രീധരൻ എന്ത് കൊടുക്കണുണ്ട് എന്റെ ചേർത്തി? ഒക്കെ കൊടുക്കണോടോ. ഒരു പാത്രം കാട്ടിട്ടേ ഇരിക്കണേ. എടോ, തന്നോടുള്ള വിശ്വാസം കൊണ്ട് പറഞ്ഞതാ കേട്ടോ. താൻ ഈ മുട്ട വയ്ക്കാൻ കയറിയിറങ്ങി നടക്കുന്ന സ്ഥലത്തൊന്നും പറഞ്ഞേക്കരുത്. പരദൂഷണക്കാരാ. അല്ലാതെ നമ്മള് പറയൂലപ്പാ. ആ, അതാ പുറകെ കിടക്കുന്നുണ്ടല്ലോ ഒരുത്ത്, ഒരു പുത്തൻ പണക്കാരൻ. കാഞ്ഞിരപ്പള്ളി പാപ്പൻ. പാപ്പൻ നല്ല അവനെ വിളിക്കേണ്ടത്, കൂപ്പൻ.